സർക്കാരിൻ്റെ പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഏത് ബാങ്ക് അക്കൗണ്ടാണ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ മതിയാകും. എങ്ങനെയാണ് ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഗൂഗിളിൽ കയറുക. ചെക്ക് ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് വിത്ത് ആധാർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. നേരെ ആധാറിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്കാണ് പോകുന്നത്. അതിൽ ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ലോഗിൻ പേജ് ഓപ്പണായി വരും. അവിടെ നമ്മുടെ ആധാറും താഴെ ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കേസ് സെൻസിറ്റീവ് ആയതിനാൽ ക്യാപിറ്റൽ ലെറ്റർ ഉള്ളിടത്ത് ക്യാപിറ്റലും സ്മോൾ ഉള്ളിടത്ത് സ്മോൾ ലെറ്ററും തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ലോഗിൻ വിത്ത് OTP കൊടുക്കുക. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്നത് ഏത് ഫോൺ നമ്പർ ആണോ ആ നമ്പറിലേക്കായിരിക്കും OTP വരിക. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. നമ്മുടെ പ്രൊഫൈൽ പേജിലേക്കാണ് കയറുന്നത്. അവിടെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കും. അവിടെ വീണ്ടും ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കും. ഏത് ബാങ്ക് അക്കൗണ്ടുമായിട്ടാണ് ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ പേര് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ബാങ്ക് ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്നൊക്കെ നമുക്ക് ഇതുവഴി അറിയാനും സാധിക്കും. ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസ് കൂടാതെ ഒരുപാട് ആധാറുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കതൊക്കെ ചെക്ക് ചെയ്യാവുന്നതുമാണ്. സ്റ്റാറ്റസ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ ലോഗ് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.